തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അധ്യക്ഷൻ ശ്രീ ജയകുമാർ IAS നമ്മോടൊപ്പം ചേരുന്നു. ഒരു പ്രതിസന്ധി ഘട്ടത്തിലാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ അധ്യക്ഷനായിട്ട് ചുമതലയേൽക്കേണ്ടി വരുന്നത്. അങ്ങയുടെ മനസ്സിലുള്ള ചിന്ത എന്താ? ഒന്ന്, ഒരു പ്രതിസന്ധി ഘട്ടമാണെന്നുള്ളത് ശരിയാണ്. അപ്പോൾ ഗവൺമെൻറ് ഒരു വിശ്വാസത്തോടു കൂടി ഒരു ജോലി ഏൽപ്പിച്ചിരിക്കുന്നു എന്നുള്ളൊരു സന്തോഷം, ഒരു ചാരിതാർത്ഥ്യം, ഒരു ഉത്തരവാദിത്വ ബോധം, ഇതൊക്കെയാണ് ഇപ്പോൾ എൻ്റെ വികാരങ്ങൾ. ഇനി ഓർഡർ കൈ കിട്ടി, നാളെ എപ്പോഴാണെന്ന് പറഞ്ഞാൽ ചാർജ് എടുത്ത് കഴിയുമ്പോൾ എൻ്റെ വിശദാംശങ്ങളിലേക്ക് കടക്കണം. ഇപ്പോൾ അവിടെ എന്ത് സംഭവിക്കുന്നു എനിക്ക് അറിഞ്ഞുകൂടാ. നിലവിലുള്ള ബോർഡ് തീർച്ചയായിട്ടും കുറച്ച് ക്രമീകരണങ്ങൾ ചെയ്തിട്ടുണ്ടാകും. കാരണം 17-ാം തീയതി തീർത്ഥാടനം ആരംഭിക്കുകയാണ്. അതിൻ്റെ മേൽ നടപടികൾ എടുക്കണം. അവർ പകുതിയാക്കി വെച്ചിട്ടുള്ള കാര്യങ്ങളുണ്ടാവും. അതെല്ലാം ഭംഗിയായിട്ട് നടത്തി പിന്നെ മകരവിളക്ക് വരെയുള്ള പ്രവർത്തനങ്ങളാണ് ഇപ്പോഴത്തെ ഫോക്കസ്. വേറെ ഒന്നും ഇപ്പോൾ ഫോക്കസിലില്ല. അത് ചെയ്യാൻ സാധിക്കുമെന്നാണ് എൻ്റെ വിശ്വാസം. ആദ്യത്തെ ചലഞ്ച് എന്താണ്? ഈ തീർത്ഥാടനത്തിനുള്ള ഒരുക്കങ്ങൾ പൂർത്തീകരിക്കുക, അത് കുറ്റമറ്റതാക്കുക. അത് ഞാനിവിടെ ഇല്ലായിരുന്നല്ലോ, ഇപ്പോൾ ഞാൻ പെട്ടെന്ന് നിന്നിട്ട് അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ചില അന്താളിപ്പൊന്നും ഇല്ലെങ്കിൽ പോലും സ്വാഭാവികമായിട്ടും അങ്ങേപോലെ നിരവധി സ്ഥാനങ്ങളിൽ ഇരുന്നിട്ടുള്ള ചീഫ് സെക്രട്ടറി ഉൾപ്പെടെ നിരവധി സ്ഥാനങ്ങളിൽ ഇരുന്നിട്ടുണ്ട്. ഇത് അത്ര വലിയ ക്രൈസിസ് ആയിട്ട് തോന്നുന്നുണ്ടോ സാറിന്? സഭാകമ്പമൊന്നുമില്ല. കാര്യങ്ങൾ പഠിക്കണം. സമയമാണ് ഇവിടുത്തെ ക്രൂഷ്യൽ ഫാക്ടർ. കാരണം ഇന്നിപ്പോൾ 7-ാം തീയതി ആയില്ലേ അല്ലേ? ഇന്ന് 7 അപ്പോൾ 7-ാം തീയതി ആയി. ഇനി 17-ാം തീയതി തീർത്ഥാടനം ആരംഭിക്കുകയാണ്. 10 ദിവസത്തിനുള്ളിൽ എന്തെല്ലാം ചെയ്തിട്ടുണ്ടെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. കുറേയൊക്കെ ചെയ്തിട്ടുണ്ട്. ഹൈക്കോടതി പോലും നിരവധി ഒരു കുത്തഴിഞ്ഞ അവസ്ഥയാണ് അവിടെ ഉള്ളത് എന്ന പല പരാമർശങ്ങൾ നടത്തിയിട്ടുണ്ട്. പല സംഭവങ്ങളും തെളിയിക്കുന്നത് തന്നെയാണ്. ഇതിനൊന്ന് രൂപപ്പെടുത്തിയെടുക്കുക എന്നുള്ളത് അതെനിക്ക് തോന്നുന്നു ഇപ്പോൾ ഈ ചെന്നുടനെ ചെയ്യേണ്ട ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഈ തീർത്ഥാടനത്തോടൊപ്പം അതിലേക്ക് ശ്രദ്ധിക്കേണ്ടി വരും. അതിനെപ്പറ്റി നമുക്ക് മറ്റൊരു അവസരത്തിൽ സംസാരിക്കും. ഇപ്പോൾ അതൊക്കെ പറയുന്നത് പ്രിമച്യൂറാണെന്ന് എനിക്ക് തോന്നുന്നു. ഒരു അഡ്മിനിസ്ട്രേറ്റർ എന്ന നിലയിലാണോ, ഒരു വിശ്വാസി എന്ന നിലയിലാണോ അതിനെ ഹാൻഡിൽ ചെയ്യാം? വിശ്വാസിയായ ഒരു അഡ്മിനിസ്ട്രേറ്റർ എന്നുള്ള നിലയ്ക്ക് അവിടെ നിന്ന് കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ പറ്റുമെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. ഈ വളരെ പ്രതിസന്ധി ഘട്ടത്തിലാണ് സംസ്ഥാന സർക്കാർ ഈ ഉത്തരവാദിത്തം ഏൽപ്പിക്കുന്നത്. അതും ശ്രദ്ധേയമാണ്. അങ്ങേപോലെ ഇത്രയും പരിണിത പ്രജ്ഞനായ ഒരാളെ ഏൽപ്പിക്കുന്നത്. അത് ഞാൻ പറഞ്ഞില്ല, അതിനകത്ത് എനിക്കൊരു അഭിമാനബോധം തോന്നുന്നുണ്ട്. ഗവൺമെൻറ് എന്നിൽ അർപ്പിച്ച വിശ്വാസം അത് ഭംഗിയായി നിറവേറ്റണം എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. അത് ഗവൺമെൻറ്റിൻ്റെ വിശ്വാസവും വിശ്വാസികളുടെ വിശ്വാസവും ഇതിനകത്ത് അടങ്ങിയിട്ടുണ്ട്. അത് ഭംഗിയായിട്ട് നിറവേറ്റാൻ ഭഗവാന്റെ അനുഗ്രഹം തന്നെ ഉണ്ടാകട്ടെ എന്നാണ് എൻ്റെ പ്രാർത്ഥന. ഒറ്റ ചോദ്യം കൂടി. ഈ തിരുവിതാംകൂർ ദേവസ്വത്തിന് ശബരിമലയ്ക്കും മുകളിലുണ്ടായി കറുത്ത പാട് പൂർണ്ണമായി അങ്ങിറങ്ങുന്നതിന് മുമ്പ് തുടച്ചു മാറ്റും. നമുക്ക് മറ്റൊരു അവസരത്തിൽ ഞാൻ അതിനെപ്പറ്റി പഠിച്ചതിന് ശേഷം ആധികാരികമായിട്ട് പിന്നെ പ്രതികരിക്കും. എല്ലാവിധ ആശംസകളും വിജയങ്ങളും നേരുന്നു. ഏതായാലും ജയകുമാർ സാർ വളരെ ആത്മവിശ്വാസത്തോടെ പോകുന്നത് നിരവധി സ്ഥാനങ്ങളിലിരുന്ന് ഭരണ നൈപുണ്യം വ്യക്തമാക്കിയുള്ള അദ്ദേഹം തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലെ പ്രശ്നങ്ങൾ വളരെ ഭംഗിയായി പരിഹരിക്കുമെന്ന ആത്മവിശ്വാസം അദ്ദേഹത്തിൻ്റെ വാക്കുകളിലുണ്ട്. ഏതായാലും നമുക്ക് കാത്തിരുന്ന് കാണാം. റിപ്പോർട്ടർ ജെയ്സൺ, തൃശ്ശൂർ.